ഹായ്ഡാ, വെൽക്കം ബാക്ക്. ഓണപരീക്ഷയ്ക്കുള്ള 3 പാഠങ്ങളിൽ ഒന്നാമത്തെ പാഠത്തിൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് പഠിക്കാനുള്ളത്. എടാ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് വേണ്ട ഫുൾ ഇക്വേഷൻ കൊണ്ട് പഠിച്ചാലോ? ഞാൻ ആദ്യമേ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഇതിൽ നിന്നല്ലാണ്ട് ഒരു ഇക്വേഷനും പുറത്തുനിന്ന് ചോദിക്കില്ല. ഞാൻ പറയുന്ന ഇക്വേഷൻസ് എൻ്റെ കൂടെ അങ്ങോട്ട് പഠിക്കുക. സെറ്റല്ലേ? സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്ററിലെ മെയിൻ ഇക്വേഷൻസ്. ഒന്നാമത് നമ്മൾ എന്താ പഠിക്കുക? ഹീറ്റ് അഥവാ താപം കാണാനുള്ള 4 ഇക്വേഷൻ. സിമ്പിളാണ്, എൻ്റെ ഒപ്പം അങ്ങോട്ട് പറഞ്ഞ് പഠിച്ചോ. H = I²RT, H = വിറ്റ്, H = PT, H = V²T/R. അപ്പോൾ 4 ഇക്വേഷൻ പഠിച്ച്. ഒന്ന് H = I²RT, H = വിറ്റ്, കോമഡി, വിറ്റ് വിറ്റ് വിറ്റ്. മൂന്നാമത് H = PT, നമ്മളെ ഫേവറേറ്റ് പീരീഡ്. നാലാമത് ഞാൻ പറഞ്ഞ H = V²T/R. സെറ്റല്ലേ? 4 ഇക്വേഷൻ എൻ്റെ കൂടെ പഠിച്ചില്ലേ? റെഡി. ഹീറ്റ് കാണാൻ ഇതിനപ്പുറം വേറെ ഒരു ഇക്വേഷൻ നമുക്ക് വേണ്ട. ഇനി അടുത്തത്, ഹീറ്റ് പഠിക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് പവർ. എടാ, സിമ്പിളാ. പവർ കാണാൻ 5 ഇക്വേഷൻ ഉണ്ട്. ആ 5 ഇക്വേഷനിൽ 3 എണ്ണം വളരെ സിമ്പിളാ. ഈ H = I²RT ഇല്ലേ, താപത്തിൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടിയാൽ മതി? T അങ്ങോട്ട് കിട്ടിയാൽ മതി. സോ പവർ കാണാനുള്ള ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? P = I²R. കഴിഞ്ഞ്. ഇനി നിങ്ങൾ പറയടാ, H = വിറ്റ്, അതിൽ നിന്ന് T വെട്ടുമ്പോൾ എന്താ കിട്ടുക? P = VI. P = VI. ഇനി മൂന്നാമത്, ഇതിൽ നിന്ന് പ്രത്യേകിച്ച് വെട്ടിയിട്ട് കാര്യമൊന്നുമില്ല. സോ നമുക്ക് ഇത് പഠിക്കുക. മൂന്നാമത് ഇക്വേഷൻ എന്താ? H = V²T/R എന്നാണെന്നുണ്ടെങ്കിൽ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താ? P = V²/R. സെറ്റ് അല്ലേ? 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? എടാ, 2 ഇക്വേഷൻ കൂടി പഠിക്കണം. P = H/T. അങ്ങോട്ടല്ലേ നമ്മൾ ടൈമിന് വെട്ടിയേ? P = H/T. H എന്ന് പറഞ്ഞാൽ താപമാണ്, T എന്ന് പറഞ്ഞാൽ സമയമാണ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്, പവർ കാണാനുള്ള മറ്റൊരു ഇക്വേഷനാണ് P = W/T. സോ നമ്മൾ പവർ കാണാൻ 5 ഇക്വേഷൻ പഠിച്ച്, ഹീറ്റ് കാണാൻ 4 ഇക്വേഷൻ പഠിച്ച്. നിസാരം. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇനി ഈ പാഠത്തിന് ചോദിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ആംബിയറേജ് കാണാനുള്ള ഇക്വേഷൻ. സിമ്പിളാടാ. ആംബിയറേജ് കാണാനുള്ള ഇക്വേഷനാണ് P/V. പവർ ബൈ വോൾട്ട്. ചില ടീച്ചർമാർ വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നൊക്കെ പറയും. സിമ്പിളാ. പവറിൻ്റെ യൂണിറ്റ് വാട്ടേജ് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ടേജ് ആണ്. അതാണ് വാട്ടേജ് ബൈ വോൾട്ടേജ് എന്ന് വിളിക്കാൻ കാരണം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ആംബിയറേജ് = P/V, പവർ ബൈ വോൾട്ട്. അത് പഠിക്കുന്നതാണ്. സെറ്റ്. അതും നമ്മൾ പഠിച്ച്. പിന്നെ ഈ പാഠത്തിലെ എക്സാമിന് അടുത്തെന്താണ് ചോദിക്കുക? വളരെ സിമ്പിളാ. സീരീസും പാരലലും, ശ്രേണി സമാന്തരം. എടാ, സീരീസ് ആണെങ്കിൽ, ശ്രേണിയാണെങ്കിൽ 2 ഇക്വേഷനുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒന്ന്, 3 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടോട്ടൽ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്, റിസൾട്ടൻ്റ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം, ഇതൊക്കെ ഒന്നാണേ, പേടിക്കരുത്. 3 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് R = R1 + R2 + R3. കഴിഞ്ഞ്. സിമ്പിളാണ്. 3 കൂടി അങ്ങോട്ട് കൂട്ടുക. ഇനി എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിലോ? ഇതും 10, ഇതും 10, ഇതും 10. എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് R = Rn. R = Rn. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ കുഞ്ഞ് R എന്ന് പറഞ്ഞാൽ ഒരാളുടെ വാല്യൂ ആണ്. ഇതും 10, ഇതും 10, ഇതും 10. അങ്ങനെയാണെങ്കിൽ കുഞ്ഞ് R എത്രടാ? 10. N എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണം, നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. കഴിഞ്ഞ്. സീരീസ് ആണെങ്കിൽ 2 ഇക്വേഷൻ നമ്മൾ പഠിച്ച്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സാറേ സമാന്തരാണെങ്കിലോ പാരലൽ ആണെങ്കിലോ? എടാ, പാരലൽ ആണെങ്കിൽ നിങ്ങൾ 3 ഇക്വേഷൻ പഠിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ, 3 ആൾക്കാരുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന്? നേരെ ഓപ്പോസിറ്റ് ആടാ. അവിടെ R = R1 + R2 + R3 എന്നല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മൈനസ് ആണോ? അല്ല. 1/R = 1/R1 + 1/R2 + 1/R3. സിമ്പിൾ. ഇനി 2 ആൾക്കാർ മാത്രമാണെങ്കിലോ? ഇതിനെ നമുക്ക് കുറച്ച് സിംപ്ലിഫൈഡ് ആക്കാം. R = R1 R2/R1 + R2. കഴിഞ്ഞ്. അതും കഴിഞ്ഞ്. ഇനി അഥവാ നേരത്തെ പറഞ്ഞ അതേപോലെ എല്ലാ ആൾക്കാരുടെ വാല്യൂ സെയിം ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് R = R/N. R = R/N. എടാ, ഇതിൻ്റെ ഒപ്പം തന്നെ പഠിക്കണേ. സീരീസ് ആണെങ്കിൽ 2 ഇക്വേഷൻ ഉണ്ട്, പാരലൽ ആണെങ്കിൽ 3 ഇക്വേഷൻ ഉണ്ട്. റെഡി അല്ലേ? അതും നമ്മൾ പഠിച്ചു സാറേ. സെറ്റ് സാറേ, ഉഷാറാണ് സാറേ. എന്നാൽ ഏറെക്കുറെ ഈ പാഠം മൊത്തം കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും ആയില്ല. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 3-4 ട്രയാങ്കിളും കൂടി പഠിപ്പിച്ചു തരാം. അതിൽ ഒന്നാമത്തെ ട്രയാങ്കിളാണ് സുഹൃത്തുക്കളെ വീരപ്പൻ. V = I × R. I = V/R. R = V/I. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. വീരപ്പൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. വീരപ്പൻ. V = I × R. I = V/R. R = V/I. സെറ്റ്. കഴിഞ്ഞ്. പരിപാടി കഴിഞ്ഞ്. ഇനി അടുത്തെന്താടാ? ഇത് കുറച്ചും കൂടി ഹൈ ലെവൽ ഇക്വേഷനാണ്. വാക്കവി എന്നൊക്കെ പറയും. W = Q × V. വാക്കവി എന്നൊക്കെ പഠിച്ചോ. W = Q × V. W എന്ന് പറഞ്ഞാൽ Q × V എന്നാണ്. Q എന്ന് പറഞ്ഞാൽ W/V എന്നാണ്. V എന്ന് പറഞ്ഞാൽ W/Q എന്നാണ്. റെയർ ആയിട്ടാണ് ചോദിക്കുക. എന്നാലും ഒന്ന് പഠിച്ചേക്കുക വാക്കവി. എടാ, W എന്ന് പറഞ്ഞാൽ വർക്കാണ് കേട്ടോ, Q എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് കേട്ടോ, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്തൊരു ഇക്വേഷൻ ഉണ്ട്, സിമ്പിൾ. അങ്ങോട്ട് നോക്കടാ. കിറ്റ് ഇന്ത്യ. ഗാന്ധിജിയുടെ കിറ്റ് ഇന്ത്യ സമരം ആലോചിക്കുക. Q = I × T.
ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്, ഐ ഇൻറ്റു ടി, ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ടി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ഐ. വല്ല ബുദ്ധിമുട്ടുണ്ടോ? സോ നമ്മൾ 3 ട്രയാങ്കിൾ ഇപ്പോൾ തന്നെ പഠിച്ച് വീരപ്പൻ, വാക്കവി, ക്വിറ്റ് ഇന്ത്യ. ഒരു ഇക്വേഷൻ കൊണ്ടുവരാ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. നമ്മൾ VIP എന്നൊക്കെ പറയില്ലേ, VIP അത് തിരിച്ചാണ് എഴുതേണ്ടത്, VIP വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, VIP. എടാ സിമ്പിളാ, P ഈസ് ഈക്വൽ ടു V ഇൻറ്റു ഐ, V ഈസ് ഈക്വൽ ടു P ബൈ I ഈസ് ഈക്വൽ ടു P ബൈ V. ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? മതി. ഇതോടെ നമ്മൾ സെറ്റാക്കി. പരിപാടി എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ വളരെ എളുപ്പം. എടാ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ പാഠത്തിലുള്ള സകലമായ ഇക്വേഷൻസും ഈ ബോർഡ് മേലുണ്ട്. എന്നാൽ ഞാൻ അതിൽ നിന്ന് കറണ്ട് കാണാനുള്ള ആൾക്കാരെ മാത്രം ഞാൻ ഒന്ന് വേർതിരിക്കാൻ പോവാണേ. ഇതിലുള്ള സംഭവം തന്നെയാണ്. കറണ്ട് കാണാൻ 3 ഇക്വേഷൻ ഉണ്ട്. I ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. I ഈസ് ഈക്വൽ ടു V ബൈ R, അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. I ഈസ് ഈക്വൽ ടു P ബൈ V, അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട്. സെറ്റല്ലേ? റെഡി അല്ലേ? സോ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ സകലമായ ഇക്വേഷൻ എഴുതി. എടാ അങ്ങോട്ട് നോക്കടാ, ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടി? തന്ന കാര്യങ്ങൾ മൊത്തം എടുത്ത് എഴുതിയേക്കുക. എടാ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, Q എന്ന് പറഞ്ഞാൽ ചാർജാണ്, V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് ആണ്, സോ ഇതിലെ I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്, Q എന്ന് പറഞ്ഞാൽ ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞ്, പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം T എന്ന് പറഞ്ഞാൽ സമയമാണ്. എപ്പോഴും ആലോചിക്കണേ, സമയം സെക്കൻഡിലാണ് എഴുതേണ്ടത്. സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ തന്ന കാര്യങ്ങളൊക്കെ സൈഡിൽ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് ആരെയാണോ കാണേണ്ടി ഓൻ്റെ ഇക്വേഷൻ ഈ പേജിലുണ്ടായിരിക്കും, അതങ്ങോട്ട് കൊടുക്കുക. ആ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരെ ആൻസർ എഴുതുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യലെന്നൊക്കെ നമ്മളെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഗൈസ്, ഇതിൻ്റെ നോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ബാക്കി കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ലൈവ് ക്ലാസ് മുടങ്ങാതെ കാണുക. ഓക്കെ, ബൈ.